പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രജ്ഞതയെ പ്രശംസിച്ച് ശശി തരൂർ. ഒരേ സമയം റഷ്യയ്ക്കും യുക്രൈനും സ്വീകാര്യനാണ് പ്രധാനമന്ത്രി. ലോകസമാധാനം സ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുവെന്നും ശശി തരൂർ. തരൂരിന്റെ പരാമർശം റൈസീന ഡയലോഗിലാണ്. കേൾക്കാം. ഗൗതം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗൗതം, സത്യം തുറന്നു പറയുന്നതിൽ എന്നും ധൈര്യം കാണിക്കാറുണ്ട് ശശി തരൂർ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വീണ, ഡൽഹിയിൽ നടക്കുന്ന റൈസീന ഡയലോഗ്സിൽ സംവദിക്കുന്ന സമയത്താണ് കേന്ദ്ര സർക്കാരിനെയും വിശേഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വാനോളം പ്രശംസിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം MP-യുമായ ശശി തരൂർ ഒരിക്കൽ കൂടി രംഗത്തെത്തുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ നയതന്ത്ര നീക്കങ്ങളെയാണ് ഈ ഘട്ടത്തിൽ പ്രശംസിച്ചത്. 2022 മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് രണ്ട് രാഷ്ട്രങ്ങൾക്കും സ്വീകാര്യനായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്ന ഒരേ ഒരു ലോക നേതാവ് എന്ന നിലയിലേക്ക് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു എന്ന് ശശി തരൂർ പറയുകയാണ്. മാത്രമല്ല, ലോക സമാധാനത്തിന് ആഹ്വാനം ചെയ്യാനും അതിനുവേണ്ടി ചില സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കാനും കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യം വളർന്നിരിക്കുന്നു എന്നുകൂടി കോൺഗ്രസ് നേതാവ് ശശി തരൂർ റൈസീന ഡയലോഗ്സിൽ പറയുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം. പ്രധാനമന്ത്രിയുടെ നയതന്ത്ര നീക്കങ്ങളെയും റഷ്യ അതോടൊപ്പം തന്നെ യുക്രൈൻ യുദ്ധത്തിൽ എടുത്ത കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്, അതോടൊപ്പം തന്നെ ലോക സമാധാനത്തിനായി രാഷ്ട്രം കൈക്കൊള്ളുന്ന ചില തീരുമാനങ്ങൾ, ഇതെല്ലാം അങ്ങേയറ്റം പ്രശംസനീയമാണ് എന്ന് പറയുന്ന ശശി തരൂർ തനിക്ക് മുൻപെടുത്ത നിലപാടുകളിൽ തെറ്റുപറ്റിയിരിക്കുന്നു. അതായത് ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഉൾപ്പെടെ ഭാരതം കൈക്കൊണ്ട നിലപാടുകളെ ഒരു ഘട്ടത്തിൽ താൻ പാർലമെന്റിൽ ഉൾപ്പെടെ വിമർശിച്ചതാണ്. അത് തനിക്ക് പറ്റിയ തെറ്റാണ് എന്നുകൂടി ശശി തരൂർ ഈ ഘട്ടത്തിൽ പറയുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. നമുക്കറിയാം, അടുത്ത കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ഭാരതത്തിൽ തിരിച്ചെത്തുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രിയെയും അമേരിക്കയുടെ സമീപനത്തെയും ഇന്ത്യയോടുള്ള അമേരിക്കൻ സമീപനത്തെയും എല്ലാം വാനോളം പ്രശംസിച്ച് എക്സിൽ ശശി തരൂർ പോസ്റ്റ് ഇട്ടിരുന്നു. അതിനുശേഷം വലിയ വിമർശനം ശശി തരൂരിനെതിരെ കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടു. 2 ദിവസങ്ങൾ കഴിഞ്ഞ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിലെ AICC ആസ്ഥാനത്തേക്ക് ശശി തരൂരിനെ വിളിപ്പിക്കുകയും ചില ശാസനകൾ, അതായത് കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ നിലപാടുകളെ പ്രശംസിക്കരുത് എന്ന രീതിയിലുള്ള ചില താക്കീത് തരൂരിന് നൽകി എന്നത് സംബന്ധിച്ചുള്ള ചില സ്ഥിരീകരിക്കാത്ത വാർത്തകളൊക്കെ ആ ഘട്ടത്തിൽ വന്നിരുന്നു. എന്തായാലും AICCയുടെ ഈ താക്കീതിനെയൊക്കെ ഒരു വിലയും നൽകാതെ ഇപ്പോൾ ശശി തരൂർ വീണ്ടും തൻ്റെ നിലപാടുകൾ അടിയുറച്ച് പറയുകയാണ്. പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങളെയും എല്ലാം പരസ്യമായി പ്രശംസിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത്. വീണ, അതായത് ഗൗതം, ശശി തരൂരിന് നന്നായി അറിയാം റൈസീന ഡയലോഗിൽ പറയുന്ന ഓരോ ഡയലോഗും എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നതാണെന്ന്. ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികളെല്ലാം പങ്കെടുക്കുന്ന ഒരു വേദിയിൽ അവിടെ കേന്ദ്രത്തിനെതിരെ താൻ മുൻപ് ഉന്നയിച്ച വിമർശനങ്ങൾ തെറ്റായിപ്പോയി എന്നുകൂടി സമ്മതിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി ഒന്നടങ്കം പറയുന്നൊരു ഡയലോഗായി കണക്കാക്കേണ്ടി വരും. അത് വീണ, കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് ശശി തരൂരിൻ്റെ പ്രസ്താവന എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കോൺഗ്രസ് അടുത്ത കാലത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതാണ്, അതായത് ശശി തരൂരിനെ ഒരു ശാസന എന്ന നിലയിൽ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ വിളിപ്പിക്കുകയും ഇത്തരം പ്രസ്താവനകൾ നടത്തരുത് എന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണിപ്പോൾ വീണ്ടും റൈസീന ഡയലോഗ് പോലെ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ, പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധത്തിലുൾപ്പെടെ ഭാരതം കൈക്കൊണ്ട തീരുമാനങ്ങളും ലോക സമാധാനത്തിന് മുൻകൈ എടുക്കുവാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഭാരതത്തിൻ്റെ നയതന്ത്ര തീരുമാനങ്ങൾ വളർന്നു എന്ന നിലയിലുള്ള പ്രശംസ തരൂരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാക്കുന്നത് ഇതാദ്യമായി അല്ല എന്നതുകൂടി നമ്മൾ ഇതോടൊപ്പം കൂട്ടി വായിക്കണം. കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളെ വാനോളം പ്രശംസിക്കുകയും കോൺഗ്രസിൻ്റെ പല നിലപാടുകളെ തള്ളുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ശശി തരൂര് മനം മാറുകയാണോ, അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം ഏതാണ്ട് ഉപേക്ഷിക്കാൻ പോകുകയാണോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നു എന്ന് വേണം വിശേഷിപ്പിക്കാൻ. എന്തായാലും തരൂർ ഇന്നിപ്പോൾ ഡൽഹിയിൽ തന്നെയാണ് ഉള്ളത്. അദ്ദേഹം മാധ്യമങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഈ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി ഇങ്ങനെ പാർട്ടിയുടെ നിലപാടുകളെ തള്ളിക്കൊണ്ട് അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. വീണ, അതായത് ലോകസമാധാനം കൊണ്ടുവരുന്നതിൽ പൊതുസ്വീകാര്യനായി നമ്മുടെ പ്രധാനമന്ത്രി മാറുന്നു എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ അത് രാജ്യത്തിൻ്റെ സ്വരമായി മറ്റുള്ളവർ കേൾക്കുക കൂടി ചെയ്യുന്നു. അതേസമയം ഇപ്പോൾ ഗൗതം സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിനുള്ളിൽ ഇതിനിപ്പോൾ എങ്ങനെ രാഷ്ട്രീയ
വിവാദങ്ങളിലേക്ക് വീണ്ടും പോകുമെന്നുള്ളതാണ് നോക്കുന്നത്? വീണ, ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്നതിലുപരി മുൻപ് UN-ന്റെ ഭാഗമായൊക്കെ പ്രവർത്തിക്കുകയും വിവിധ ലോക രാജ്യങ്ങളിൽ യാത്ര ചെയ്യുകയും നയതന്ത്ര വിഷയങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായും അദ്ദേഹം ഈ വിഷയങ്ങളെയൊക്കെ വ്യത്യസ്തമായ നിലപാടുകളിൽ നോക്കിക്കാണും. ഒരു രാഷ്ട്രീയത്തിന് അതീതമായി നാടിൻ്റെ പുരോഗതി അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായൊക്കെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ബന്ധം, അത്തരം വിഷയങ്ങളിലൊക്കെ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കെൽപ്പുള്ള ആളാണ് ശശി തരൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ മുൻകാല ട്രാക്ക് റെക്കോർഡുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾ, അതായത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എത്തുന്നതിന് മുൻപുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായി തന്നെ വിലയിരുത്താൻ സാധിക്കും. അതിനാൽ അത്തരം മേഖലകളിൽ പ്രവർത്തിച്ച് പരിചയ സമ്പത്തുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് ശശി തരൂർ ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത്. ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവന എന്നതിലുപരിയായി അദ്ദേഹത്തിന് പാണ്ഡിത്യമുള്ളൊരു മേഖല കൂടിയാണ് നയതന്ത്ര വിഷയങ്ങൾ, പ്രത്യേകിച്ച് വിവിധ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും ആ ബന്ധങ്ങളെ എങ്ങനെ കൂടുതൽ അരക്കിട്ടുറപ്പിക്കാം, അതിനെ എങ്ങനെ ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോകാം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ അഗ്രഗണ്യനാണ് ശശി തരൂർ എന്ന കാര്യം നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഇതിനെ കേവലം ഒരു രാഷ്ട്രീയമായ പ്രസ്താവന എന്നതിലുപരി നാടിൻ്റെ പുരോഗതിക്കായി കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്ന, നരേന്ദ്രമോദി സർക്കാർ കൈക്കൊള്ളുന്ന നിലപാടുകളെ അദ്ദേഹം പ്രശംസിക്കുകയാണ്. അത് തുറന്നു പറയാൻ ശശി തരൂർ മനസ്സ് കാട്ടുന്നു എന്നതാണ്. പക്ഷെ അത് മറ്റ് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആകെ നിലവിൽ അതിൻ്റെ സംഘടനാ സംവിധാനം അല്പമെങ്കിലും ഉള്ള ഒരു സംസ്ഥാനം കേരളമാണ്. മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം കോൺഗ്രസിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ളത്. നേരത്തെ 2014 നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച കോൺഗ്രസ് മുക്ത ഭാരതം ഏതാണ്ട് ഉത്തര ഭാരതത്തിലും അതോടൊപ്പം തന്നെ ദക്ഷിണ ഭാരതത്തിൻ്റെ മറ്റു മേഖലകളിലുമൊക്കെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അതിനാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ അവിടെ അധികാരം പിടിക്കണം എന്നുള്ളതാണ്. കാരണം അധികാരത്തിലെത്താൻ ഒരു നേരിയ സാധ്യതയെങ്കിലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കരുതുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് ശശി തരൂർ. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ MP ആണ്. അദ്ദേഹമാണ് ഇപ്പോൾ തുടർച്ചയായി നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെയും പ്രശംസിക്കുന്നത്. ഇതാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നത്. വീണ, ശരി ഗൗതം, ഏതായാലും പ്രതിപക്ഷത്തെ ഒരു MP എങ്ങനെയാണ് പ്രധാനമന്ത്രിയെ പ്രശംസിച്ചത് അത് ഏറ്റെടുത്തിരിക്കുകയാണ് രാജ്യം ഒന്നാകെ. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. Yes, I'm still wiping the egg off my face because I was the one person in the parliamentary debate who actually criticized the Indian position at the time, back in February 22. A couple of years later, 3 years later, it does look like I'm the one with the egg on my face because clearly the policy has meant that India has actually a prime minister who can hug both the president of Ukraine and the president of Moscow 2 weeks apart and be accepted in both places. And therefore, India is in a position where it can make a difference to a lasting peace if it was so required in ways that very few countries would be able to. ഗൗതം, ഇത് വലിയ ആവേശമുണ്ടാക്കുന്ന വാക്കുകളായി തന്നെയാണ് ഒരു പക്ഷേ ഏറ്റെടുത്തിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തരൂരിൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും ടാഗ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാൻ കഴിയുന്നു. അങ്ങനെ ആകെ പ്രതികരണം എങ്ങനെ ഉയരുന്നു? വീണ, ഇപ്പോൾ ഈ ശശി തരൂരിൻ്റെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വളരെയധികം ഒരു ട്രെൻഡിങ്ങായി മാറുകയാണ്. കാരണം ശശി തരൂരിന് അല്ലെങ്കിൽ തന്നെ വളരെയധികം എക്സിലും അതോടൊപ്പം തന്നെ മറ്റ് നവമാധ്യമങ്ങളിലുമൊക്കെ ധാരാളം ഫോളോവേഴ്സ് ഉള്ള മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും അദ്ദേഹം വ്യത്യസ്തനാണ്. അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിലും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളിലൊക്കെ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ നടത്തുകയും അത് സമൂഹം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യും. മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായ നിലപാടുകൾ ശശി തരൂർ പല കാര്യങ്ങളിലും തീരുമാനിക്കാറുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ചുകൊണ്ടുള്ള ഈ കഴിഞ്ഞ ദിവസത്തെ ഈ റൈസീന ഡയലോഗിൽ നടത്തിയിട്ടുള്ള പ്രതികരണവും ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധേയമാകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വിവിധ യോഗങ്ങൾ ഡൽഹിയിൽ ഇന്നലെയും AICCയുടെ ചില സുപ്രധാനമായ യോഗങ്ങൾ ഡൽഹിയിൽ നടന്നിരുന്നു. കേരളത്തിൽ നിന്നും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അത്തരം ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അടുത്ത
വർഷം നടക്കാൻ പോകുന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ചുള്ള വളരെ നിർണായകമായിട്ടുള്ള ചർച്ചകൾ കോൺഗ്രസ് ആസ്ഥാനത്ത് നടക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ശശി തരൂർ ഇപ്പോൾ ഇത്തരം പ്രസ്താവനകൾ തുടർച്ചയായി നടത്തുന്നത്. ഇനിയും AICC അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇതിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. കാരണം പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്നും മാത്രമല്ല ഇന്നലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്നൊരു പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അപ്പോൾ ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ശശി തരൂരിനെ AICC ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി പ്രധാനമന്ത്രിയെ പ്രശംസിച്ചതിൻ്റെയും ഒപ്പം കേരളത്തിലെ സർക്കാരിനെ പ്രശംസിച്ചതിൻ്റെയും പേരിൽ ഒരു താക്കീത് ഏതാണ്ട് 1 മാസങ്ങൾക്ക് മുമ്പ് നൽകിയതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച് വാനോളം പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. വീണ ഗൗതം, പക്ഷേ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ഉയർന്നു വന്ന ഒരാളൊന്നുമല്ലല്ലോ. ഒരു വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന രീതിയിൽ തന്നെ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന് പുറത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാൾ കൂടിയാണ്. എവിടെ എന്തു പറയണം എന്ന് ശശി തരൂരിന് വ്യക്തമായി അറിയാം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നേരത്തെ ട്രംപിൻ്റെ വാക്കുകൾക്ക് പിന്തുടർച്ചയായി നരേന്ദ്രമോദിയെ പ്രശംസിച്ചതും ഇപ്പോൾ വീണ്ടും ഇത് പറഞ്ഞു വരുന്നതുമൊക്കെയും എത്ര കണ്ട് സ്വീകാര്യനാണ് തനിക്ക് പ്രധാനമന്ത്രി എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി അരക്കിട്ടുറപ്പിക്കുകയാണ്. വീണ അതുതന്നെയാണ് അദ്ദേഹം ഈ റൈസിന ഡയലോഗ്സിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ തനിക്ക് തെറ്റുപറ്റി എന്ന കാര്യം കൂടി ശശി തരൂർ പറയുന്നുണ്ട്. അതായത് ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും പ്രശംസിക്കുക മാത്രമല്ല മറിച്ച് താൻ നേരത്തെ സ്വീകരിച്ച നിലപാടുകൾ തെറ്റാണ് എന്ന് കൂടി ശശി തരൂർ പറയുന്നുണ്ട്. കാരണം ഈ 2022 മാർച്ച് മാസത്തിലാണല്ലോ യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിക്കുന്നത്. ആ ഘട്ടത്തിലൊക്കെ പിന്നീട് നടന്ന ചില പാർലമെന്റ് സമ്മേളനങ്ങളിൽ ഇദ്ദേഹം ഭാരതത്തിൻ്റെ നയതന്ത്രപരമായ നിലപാടുകൾ തെറ്റാണ് എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ തനിക്ക് തെറ്റുപറ്റിയെന്ന് കൂടി ശശി തരൂർ തുറന്നു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രിയെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ നിലപാടുകളല്ല തൻ്റെ നിലപാട് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് ശശി തരൂരിൻ്റെയും ഈ റൈസീന ഡയലോഗ്സിലെ പ്രതികരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മികച്ച നിലപാട്, 2 രാഷ്ട്രങ്ങളെയും പിണക്കാതെയുള്ള നയതന്ത്രപരമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നു. ആഗോളതലത്തിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്യാൻ കഴിയുന്ന കെൽപ്പുള്ള രീതിയിലേക്ക് നമ്മുടെ രാജ്യം നയതന്ത്രപരമായി വളർന്നു കഴിഞ്ഞു. ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണ് എന്ന രീതിയിലുള്ള പ്രതികരണം തരൂർ നടത്തുകയാണ്. ഇത് സ്വാഭാവികമായും കോൺഗ്രസ് രാഷ്ട്രീയത്തെ പ്രതിരോധത്തിലാക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ശശി തരൂർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു ചെറിയ നേതാവല്ല. തിരുവനന്തപുരം MP, അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഒരു ഫേസാണ്. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുഖമാണ്. മുൻപ് UN ഉൾപ്പെടെ പ്രവർത്തിച്ച് ആഗോളതലത്തിൽ തന്നെ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് അദ്ദേഹത്തിൻ്റെ മികവ് തെളിയിച്ചിട്ടുള്ള ട്രാക്ക് റെക്കോർഡുള്ള ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായും ശശി തരൂർ ഈ നടത്തുന്ന പ്രതികരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും. കാരണം ഇതിനകം തന്നെ കോൺഗ്രസ് വിട്ട് പല പ്രമുഖ നേതാക്കളും പ്രത്യേകിച്ച് BJPയിലേക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്കും ചേക്കേറി കഴിഞ്ഞിരിക്കുന്നു. നെഹ്റു കുടുംബവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിൻ്റെ മുഖങ്ങളെയൊക്കെ മറ്റു പാർട്ടികളിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ശശി തരൂരും ആ ദിശയിലേക്ക് ചിന്തിക്കുന്നുവോ, അതായത് കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് നേരത്തെ അദ്ദേഹത്തോടൊപ്പം നിന്ന ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിലില്ല. അവരെല്ലാം കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് മറ്റ് സംവിധാനങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ചുമൊക്കെ പോയി കഴിഞ്ഞു. അതിനാൽ ശശി തരൂരും ആ ദിശയിലേക്കാണോ പോകുന്നത് എന്ന ചോദ്യചിഹ്നമാണ് സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ഉയരുന്നത്. കാരണം ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് വിളിച്ച് ഇത്തരം പ്രതികരണങ്ങൾ നടത്തരുത് എന്ന് ശശി തരൂരിനോട് ആവശ്യപ്പെട്ടത്. അതിനെ മുഖവിലക്കെടുക്കാതെ തുടർച്ചയായി കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും പ്രശംസിക്കുന്നതിലൂടെ എന്താണ് ശശി തരൂർ ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഇനിയും ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. വീണ, അത് അന്ന് അങ്ങനെ പറഞ്ഞവർക്കും ഒരുപക്ഷെ ഈ വേദിയുടെ പ്രാധാന്യം അറിയില്ലായിരിക്കാം. ഗൗതം, മറ്റ് ഉയർന്നു വന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഭാരതം എടുത്ത നിലപാടുകളെ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചു തരൂർ?
വീണ, ഈ റൈസിന ഡയലോഗ്സിൽ സംസാരിക്കുന്ന ഘട്ടത്തിലെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളെ അദ്ദേഹം പ്രശംസിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല താൻ മുൻപ് സ്വീകരിച്ച നിലപാടുകൾ തെറ്റാണ് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ശശി തരൂർ ഈ യുക്രൈൻ റഷ്യ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയത്. നേരത്തെ അമേരിക്കയുമായി ഉള്ള ചർച്ചകൾക്ക് ശേഷം, US-ഉമായുള്ള ചർച്ചകൾക്ക് ശേഷം US പ്രസിഡന്റിനെ കണ്ടതിന് ശേഷം പ്രധാനമന്ത്രി തിരിച്ച് നാട്ടിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണം ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. അത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ കഴിയുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്നും കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് മറ്റൊരു പ്രതികരണം കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ശശി തരൂർ ഇനിയും ഇത്തരം പ്രസ്താവനകൾ ഇന്നോ അടുത്ത ദിവസങ്ങളിലോ നടത്തുമോ എന്നതാണ് ഇനിയും കാത്തിരുന്ന് കാണേണ്ടത്. ശരി ഗൗതം, ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പുകഴ്ത്തുന്ന നിലപാടാണ് ഇത്തവണ. അത് റൈസിന ഡയലോഗിലാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങളുടെ കൂടി ശ്രദ്ധയിൽ വരുന്ന ഒരു നിലപാടാണ് തരൂർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല, താൻ മുൻപ് എതിർത്തിട്ടുണ്ട്, അത് തെറ്റായിപ്പോയി എന്ന കുറ്റസമ്മതം കൂടി ഇതേ വേദിയിൽ തരൂർ നടത്തുകയും ചെയ്തിരിക്കുന്നു.